നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞു. ഒരു റൗണ്ട് പോരാട്ടം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. നിലവിൽ 37 മത്സരങ്ങളിൽ നിന്ന് 88 പോയിന്റുമായി മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്തുണ്ട്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 86 പോയിന്റുള്ള ആഴ്സണൽ രണ്ടാം സ്ഥാനത്താണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസാനത്തെ മത്സരം വരുന്നത് വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ സിറ്റിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടാൻ സാധിക്കും. അതേസമയം ആ മത്സരത്തിൽ സിറ്റി പരാജയപ്പെടുകയും ആഴ്സണൽ അടുത്ത മത്സരത്തിൽ എവർട്ടനെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ ആഴ്സണലിനായിരിക്കും ഇത്തവണത്തെ പ്രീമിയർ ലീഗ് കിരീടം ലഭിക്കുക. പക്ഷെ നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെയാണ്. ഇപ്പോഴിതാ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അതായത് ഈ സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം, പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഫിൽ ഫോഡൻ ആണ്. മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 17 ഗോളുകൾ അദ്ദേഹം സിറ്റിക്ക് വേണ്ടി ഈ സീസണിൽ നേടിയിട്ടുണ്ട്. 8 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. അങ്ങനെയാണ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇപ്പോൾ ഫിൽ ഫോഡൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് ഈ പ്രീമിയർ ലീഗിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം അദ്ദേഹം കിരീടം നേടുകയാണെങ്കിൽ അതൊരു ഇരട്ടി മധുരം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഇതിനു മുൻപ് തന്നെ ഈ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം അവർ ഒഫീഷ്യലായി കൊണ്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് ചെൽസിയുടെ സൂപ്പർ താരമായ കോൾ പാൽമർ ആയിരുന്നു നേടിയിരുന്നത്. അദ്ദേഹത്തിന്റെ കണക്കുകൾ ഇദ്ദേഹത്തെക്കാൾ, ഫിൽ ഫോഡനേക്കാൾ മികച്ചതാണ്. 22 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് പെനാൽറ്റി ഗോളുകൾ അവിടെ വരുന്നുണ്ട്. മാത്രമല്ല ചെൽസിയുടെ പ്രകടനം മോശമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കോൾ പാൽമർ ഈ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിൽ പിറകിലായി പോയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റി കിരീടം നേടുമെന്ന് തന്നെയാണ് ഇപ്പോൾ അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.